ചാനൽ. അപ്പൊ ഇന്ന് എന്താണ് വിശേഷം? നമ്മൾ നാട്ടിൽ പോവുകയാണ്. നാട്ടിൽ പോവാ. അതെ, അച്ഛനും അമ്മയ്ക്കും ഒന്നും അറിയില്ല. സർപ്രൈസ് ആണ്. സർപ്രൈസ് ആണ്. അജു വന്നിട്ട് എത്ര വർഷമാടാ? 6 വർഷം. അതെ, പിന്നെ കേരളം 2 വർഷം. 2 വർഷമായി നാട്ടിലോട്ട് പോയിട്ട്. ഞാൻ അമ്മ ഒരു 1.5 വർഷമായി നാട്ടിൽ വന്നിട്ട്. ഞാൻ ലാസ്റ്റ് ജൂൺ 20 എത്തിയപ്പോ അച്ഛനും അമ്മയ്ക്കും ഒന്നും അറിയില്ല. നമ്മള് വൻ ആക്ടിങ് ഒക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചേക്ക. അറിയില്ല എന്ന് നമ്മള് വിചാരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇന്ന് ഡേറ്റ് എത്രയാ? ഡേറ്റ് നമ്മൾ തൽക്കാലം പറയുന്നില്ല. നമ്മൾ വീഡിയോ എപ്പോഴാണ്, കാരണം ഇത് ആക്ച്വലി നമ്മൾ എടുക്കുന്നത്, നമ്മൾ നാട്ടിൽ ചെല്ലുന്നത് ഒരു 3-4 ദിവസം മുന്നേ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, ആക്ച്വലി നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട് 2 പേര്, ജോസ്നയും സ്വരൂപും. അവര് ലണ്ടൻ ഒണ്ടാരിയോ ലണ്ടനിലുണ്ട്. അപ്പൊ അവരടുത്തോട്ടാണ് നമ്മൾ ആക്ച്വലി ഇപ്പോൾ പോകുന്നത്. അത് ഫ്ലൈറ്റ് അല്ല, നമ്മൾ ഡ്രൈവ് ചെയ്താണ് പോകുന്നത്. ആക്ച്വലി ഇവിടുന്ന് ഒരു 2056 കിലോമീറ്റർ എന്തോ ഉണ്ട്. അപ്പൊ നമ്മൾ ആക്ച്വലി ഇവിടുന്ന് ഡ്രൈവ് ചെയ്തിട്ട് അവരടുത്ത് പോയി ഒരു 2-3 ഡേയ്സ് സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആക്ച്വലി ടൊറന്റോന്ന് ഫ്ലൈറ്റ് എടുക്കുന്നത് നാട്ടിലേക്ക്. ഡേറ്റ് പറ, അതിന് കുഴപ്പമില്ല. ഇന്ന് ഡേറ്റ് സെപ്റ്റംബർ 6 രാത്രി 9:11 ആയിട്ടുണ്ട്. നമ്മൾ ആക്ച്വലി നാളെ രാവിലെ ഇറങ്ങണമെന്ന് വിചാരിച്ച, പക്ഷെ 2 മണിക്ക്, അതായത് ഇപ്പൊ 9 മണിയല്ലേ രാത്രി, 2 മണിക്ക് ഇറങ്ങണം. രാത്രി 2 മണിക്ക് ഇറങ്ങാനാ വെച്ചത്. അപ്പൊ ഞങ്ങൾക്ക് 2 പേർക്കും ഉറക്കം വരുന്നില്ല. അപ്പൊ ഈ സമയം നമ്മൾ വേസ്റ്റ് ചെയ്തോണ്ടിരിക്കല്ലേ. അപ്പൊ ഉറങ്ങുന്ന സമയം നമ്മൾ വേറെ എവിടെയെങ്കിലും പോയി കിടന്നുറങ്ങും. ഓക്കെ, പകലും എവിടെയെങ്കിലും കിടക്കാം. അതെ. അപ്പൊ എന്തായാലും നമുക്ക് പോകുന്ന വഴിക്ക് എപ്പോ ഉറക്കം വരുന്നു അപ്പൊ ഉറങ്ങാനാണ് പ്ലാൻ. കാരണം നമ്മൾ ഇത് ആക്ച്വലി അൺപ്ലാൻഡ് ആയിട്ടാണ് ഇത്ര നേരത്തെ ഇറങ്ങുന്നത്. ഓക്കെ, അപ്പം ഇത്രയൊക്കെ ഉള്ളൂ, വെറുതെ വലിച്ചു നീട്ടുന്നില്ല. അതെ. അപ്പൊ നമ്മൾ ഇവിടെ നേരെ ഇനി ടൊറന്റോ ഡ്രൈവ് ചെയ്ത് പോവാണ്. ഇടയ്ക്കുള്ള ഡ്രൈവിംഗ് ഒന്നും നമ്മൾ കാണിക്കുന്നില്ല. ഹൈവേസ് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഇടയ്ക്ക് എന്തെങ്കിലും കാണിക്കാം, ഉണ്ടെങ്കിൽ കാണിക്കാം. അപ്പൊ ഇതാണ്ടേ ലഗേജ് നമ്മൾ ഹാൻഡ് ക്യാരി എല്ലാം ഇവിടെ ഉണ്ട്. കാരണം നമ്മള് ഇന്ന് നൈറ്റ് ഇവിടെ മഴ പറയുന്നോണ്ട് നമ്മൾ നാളെ ഇറങ്ങുന്ന സമയത്ത് മഴ ഹെവി ആണെങ്കിൽ അത് ഹെവി ആണെങ്കിലോ എന്ന് വിചാരിച്ച് ഞങ്ങള് ബാക്കി ലഗേജ് എല്ലാം നമ്മൾ കാറിൽ ഓൾറെഡി ലോഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നമ്മൾ ബാക്കിയുള്ള ഹാൻഡ് ലഗേജും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. ഫൈനലായിട്ട് വെക്കേണ്ട സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ കൈ അടയ്ക്കാം. നന്നായിട്ട് പെട്ടെന്ന് തീരും. അപ്പൊ ഇനി ബാക്കി എല്ലാം നമുക്ക് വഴിയെ കാണാം. ബാക്കി വിശേഷങ്ങൾ അങ്ങനെ നമ്മള് വീടെല്ലാം സങ്കടം ഉണ്ടോ? വീടെല്ലാം നമ്മൾ സോഫ കവർ ചെയ്ത് വെച്ച്. 1.5 മാസത്തേക്കാണ് പോകുന്നത് കേട്ടോ. അതെ, 1.5 മാസത്തേക്കാ വന്നത്. അപ്പൊ ബാക്കി വിശേഷങ്ങളെല്ലാം നമുക്ക് വഴിയെ കാണാം. അമ്മേ, എന്താ അപ്പൊ അപ്പൊ ഞങ്ങൾ കാറിൽ കയറി ലഗേജും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ഏകദേശം പോകാനുള്ളത് അതായത് ഏകദേശം ഒരു 2068-64 കിലോമീറ്റർ, 19 മണിക്കൂർ. അതായത് നമ്മൾ രാത്രി ഇപ്പോൾ 9:30 ആയി. ഇപ്പോൾ തിരിച്ചു കഴിഞ്ഞാൽ നാളെ വൈകിട്ട് 3:45 കാണിക്കുന്നത്. 3:45 നോക്കണ്ട, നമ്മൾ എന്തായാലും നൈറ്റ് ആവും. കാരണം നമ്മൾ ആക്ച്വലി എവിടെയെങ്കിലും നിർത്തി ടയർഡ് ആകുമ്പോഴത്തേക്ക് എല്ലാം നിർത്തിനെ പോകത്തുള്ളൂ. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ പോയിട്ട് ഇന്ധനം നിറയ്ക്കണം. ഇന്ധനം മുഖ്യം ബിഗിലേ. ലെറ്റ്സ് ഗോ. അമ്മേ, രാവിലെ 7:11 ആയി. അപ്പോ രാത്രി കംപ്ലീറ്റ് ഞാൻ ഓടിച്ചു. രാവിലെ 5:30 ആയപ്പോഴത്തേക്ക് എനിക്ക് ഉറക്കം വന്നു തുടങ്ങി. അങ്ങനെ അതെ, അമ്മ ഒരു 12:30 ആയപ്പോ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, അജു ഞാനൊരു 1/2 മണിക്കൂർ ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ആ 1/2 മണിക്കൂർ ഉറക്കം ഏതാണ്ട് 5-5.5 മണിക്കൂർ ഉറങ്ങട്ടെന്ന് വിചാരിച്ച് ബോധമില്ലാണ്ട് ഉറക്കം വലിച്ചോടാൻ തുടങ്ങുമ്പോ. ഓക്കെ, അത് കഴിഞ്ഞ് പക്ഷെ 5:30 ആയപ്പോഴത്തേക്ക് എന്റെ കയ്യിൽ നിന്ന് പോയി തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ടിം ഹോട്ടൽസിൽ ഒന്ന് നിർത്തി. അവിടെ പാർക്കിങ്ങില് 1 മണിക്കൂർ. എനിക്കറിയില്ല, അതായിരിക്കും വയറ് പിരിഞ്ഞു തുടങ്ങി. നിന്റെ കാര്യങ്ങൾ നീ തന്നെ ശ്രദ്ധിക്കണം, സ്വന്തം കാര്യം സ്വന്തമായി ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ ഏകദേശം ഇപ്പോ 735 കിലോമീറ്റർ ആയി. 8 മണിക്കൂറായി. റോഡ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇനി പക്ഷേ നമുക്ക് 8 മണിക്കൂർ യാത്ര ചെയ്തെങ്കിലും ഇനിയും ഉണ്ടൊരു 13 മണിക്കൂർ ഉണ്ടോ, മോർ ദാൻ 13 hours ഡ്രൈവ് ഉണ്ട്. അപ്പം ആക്ച്വലി നേരം വെളുത്തു വരുന്നേ ഉള്ളൂ, പക്ഷേ നമ്മൾ എത്തുമ്പോൾ രാത്രി ആകും. അതാണ് വേറെ ട്വിസ്റ്റ്. ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുന്നു. ട്രക്കുകൾ, ഈ ട്രക്ക് കേട്ടോ ഈ ഹൈവേസിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് കണ്ടോ. ഇങ്ങനെയുള്ള വലിയ ട്രക്കുകളാണ് നമ്മുടെ ഈ ഹൈവേസ്. അപ്പൊ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മാക്സിമം പെട്ടെന്ന് ഇതിനെ ഓവർടേക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഗ്ലാസ്സിൽ
കല്ലടിക്കാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് ഇതിന്റെ ടയറിനൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് പെട്ടെന്ന് ഓവർടേക്ക് ചെയ്ത് ഫ്രണ്ടിൽ കയറണം എന്നാണ് റൂൾ. യെസ്, അതെ അതെ അതെ. ഓക്കെ ബൈ. അപ്പോൾ അടുത്ത വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും വഴിയിൽ കാണാം. ഓക്കെ ബൈ ബൈ ബൈ. സമയം ഉച്ചയ്ക്ക് 12:40 ഏകദേശം. നമ്മുടെ ഹൈവേ കൂടി ഇങ്ങനെ ഓടി വന്നപ്പോഴത്തേക്ക് ഇതേ നമുക്കൊന്ന് വാഷ്റൂം യൂസ് ചെയ്യാനായിട്ട് ഇങ്ങനെ കുറച്ച് സ്റ്റോപ്സ് ഉണ്ട് കേട്ടോ ഇവിടെ. നമുക്ക് ഹൈവേന്ന് ഒരു എക്സിറ്റ് പോലെ ജസ്റ്റ് ഇങ്ങനെ കയറിയിട്ട് ജസ്റ്റ് നമുക്കൊരു ഒന്ന് ഫ്രഷ് ആവാനും മുഖം കഴുകാനും ഒന്ന് റിലാക്സ് ചെയ്യാനും ഇതുപോലെ ചെറിയൊരു പാർക്കും കാര്യങ്ങളെല്ലാം ഉണ്ട് കണ്ടോ ഇവിടെ എല്ലാം. അപ്പോൾ അമ്മു വാഷ്റൂം യൂസ് ചെയ്യാനായിട്ട് അകത്തോട്ട് പോയിട്ടുണ്ട്. നമുക്കിനി ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു 7-8 മണിക്കൂറുണ്ട് ഈ പറഞ്ഞ ലണ്ടനിലേക്ക്. നമ്മൾ ഏകദേശം മോൺട്രിയൽ എത്താറായി. മോൺട്രിയൽ ഇനി ഏകദേശം ഒരു 30 കിലോമീറ്റർ ഉള്ളൂ. എന്ത് ചെയ്യും അമ്മു? ഡ്രൈ ആയി തുടങ്ങിയല്ലേ? നമ്മുടെ നോസ്കോഷ്യയിൽ ആ മഴ എന്ത് വ്യത്യാസം ഇവിടെ ക്ലൈമറ്റ്. മഴ കിട്ടാത്ത നമ്മൾ നേരത്തെ ഇറങ്ങിയിട്ട് മഴ കിട്ടില്ല. അവിടെ നമ്മളവിടുന്ന് ഫ്രണ്ട്സ് വിളിച്ച് അമ്മ വിളിച്ച് എല്ലാരും വിളിച്ചു മക്കളെ പേര് മഴയെന്ന് പറഞ്ഞേ. ആക്ച്വലി നമ്മൾ ആ 2 മണിക്ക് ഇറങ്ങാന്നുള്ള പ്ലാനിൽ നിന്നിരുന്നെങ്കിൽ ഉണ്ടല്ലോ അമ്മു, മഴയത്ത് നമ്മുടെ സ്റ്റോമാ ശരിക്കും സ്റ്റോമിൽ പെട്ടുപോയന. സമയം നമ്മൾ ഇപ്പൊ 46 ആയി. ഇനി എനിക്കൊന്ന് 7.5 മണിക്കൂറുണ്ട്. 750 കിലോമീറ്റർ. 14 മണിക്കൂർ ഇരുന്ന് ഇനിയുണ്ട് ബാക്കി. ഓക്കെ, ലെറ്റ്സ് ഗോ. പോകാം. ഫൈനലി 2000 എത്രയായിരുന്നടാ കാണിച്ച നമുക്ക് തുടങ്ങിയപ്പോ? 2050 വെറും 4.6 കിലോമീറ്ററിലേക്ക് സക്സസ്ഫുള്ളി നമ്മൾ എത്തിക്കഴിഞ്ഞു. എങ്ങനെയുണ്ടാ? എങ്ങനെയുണ്ട്? കുഴപ്പമില്ലായിരുന്നോ? അതെ, നല്ല ക്ഷീണമുണ്ട്. അപ്പൊ ഇനി ഒരു 5 മിനിറ്റ് നമ്മൾ വീടെത്തി ഒന്ന് ഫ്രഷ് ഒക്കെ ആയിട്ട് നമുക്ക് കാണാം അല്ലേ? ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. കുറച്ച് ദിവസം സംസാരിച്ചിരിക്കുക. ഇനി 2 ദിവസം ഉണ്ട്. 2 ദിവസം കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മള് 10-ാം തീയതി എവിടെ പോകും? 10-ാം തീയതി നമ്മൾ നാട്ടിൽ പോകും. അപ്പൊ അതെ, അപ്പൊ ഇനി ഒരു 5 മിനിറ്റിലെത്തും അല്ലേ? നമ്മൾ എത്തിയല്ലേ? ടയർഡാണോ അജു? ഓഫ് കോഴ്സ്. ഞാനും. എന്താ പരിപാടി? നമ്മള് വന്നോണ്ട് ഫ്രഷ് ഒക്കെ ആയിട്ട് നമ്മൾ വെച്ച് ഒന്ന് ഗ്രില്ല് ചെയ്യാന്ന്. എന്നതാ ചെയ്യുന്നത്? ബാർബിക്യൂ ഗ്രിൽ. എന്ത് ഗ്രില്ലാമോ? ബാർബിക്യൂ പോർക്ക് റിബ്സ് ആവും ചെയ്യാൻ പറ്റുക. അപ്പൊ സ്വരൂപ് ബ്രോ ഷിഫ്റ്റിന് പോയിക്കല്ലേ? 1 hour 30 മിനിറ്റ്സിലെത്തും. അവൻ 30 മിനിറ്റ്സിലെത്തും. വേണമായിരുന്നു. അത് മേടിക്കാൻ പോയിക്കുന്നു. ഞാൻ മാരിനേറ്റ് ചെയ്യാൻ പോയിക്കുന്നു. മാരിനേറ്റ് ചെയ്തോണ്ടിരിക്കുന്നു. എന്താ റിബ്സ് എവിടെ? ഓക്കെ, ഫോയിൽ കിട്ടിയോടാ? ഫോയിൽ കിട്ടിയോ? ജോസി എന്നറിയപ്പെടുന്നു. ഇവരെ കണ്ടിട്ടുണ്ടടാ? നമ്മള് മറ്റേ എവിടെ മോൺട്രിയൽ ട്രിപ്പിൽ ഇവരെ കണ്ടാണല്ലോ. അതെല്ലേ? കഴുകി കഴുകാൻ പാടില്ല. അവര് റിപ്പീറ്റ് കഴുകരുതെന്ന്. അവര് കഴുകിയാണ് ഫാക്ടറിന്ന് വരുന്നത്. നമ്മൾ ചിക്കൻ ഒന്നും ശരിക്കും പറഞ്ഞാൽ വീണ്ടും കഴുകാൻ പാടില്ലെന്നാണ്. ഓൾറെഡി എല്ലാം ക്ലീൻ ആണത്. സ്വരൂപ് ഒരു 10 മിനിറ്റ്സ് വരെ ഇറങ്ങി. നമ്മുടെ ഒരു ഫ്രണ്ട് ചേച്ചിയും ചേട്ടായും കൂടെ വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ അവരെ? ചേട്ടായി. ചേട്ടനെ കണ്ടില്ല, ചേച്ചിനെ കണ്ടിട്ടുണ്ട്. ജോയി ആണോ ചേട്ടന്റെ പേര്? ജോജി. ഈ റിയൽ ചിപ്സ്, റിയൽ സ്നാക്സ്, റിയൽ എന്ന് പറഞ്ഞ ബ്രാൻഡ് ഇല്ലേ നമ്മുടെ കാനഡയിലുള്ള അല്ലേ? അത് നമ്മുടെ ഇതാണോ? ഇന്ത്യൻ സ്നാക്സ് ആണോ? ചിപ്സും മിക്സ്ചർ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ. അച്ചപ്പം. അല്ല, അവർക്ക് മറ്റേ ഇതൊക്കെ ഇല്ലേ? അരിപ്പൊടി ഐറ്റംസ് ഇല്ലേ? അരിപ്പൊടി ഉണ്ട്, അരിയുണ്ട്, എല്ലാം ഉണ്ടല്ലേ? എല്ലാം ഉണ്ട് അവർക്ക്. നല്ല ബ്രാൻഡ് ആണല്ലേ? 3 hours നോക്കാം. എനിക്ക് ഫസ്റ്റ് ടൈം ആട്ടാ പോർക്ക് വെക്കുന്നത്. എനിക്ക് അറിയില്ലേ പോർക്ക് കഴിക്കാത്ത അമ്മ പോർക്ക് മാരിനേഷൻ.
ചെറുവേ ജോലി എങ്ങനെയാ? ജോലി ക്ഷീണിച്ചു വന്നു ചെയ്ത് നല്ല ക്ഷീണം ഉണ്ടല്ലോ മൊത്തം. ഇനിമേൽ ജോലി ഇല്ലേ, കൂലി ഇല്ലേ, ഇനി കൂലിയില്ല, ഇനി വേലയില്ലേ, കൂലിയില്ലേ. എടാ പോർക്ക് റിബ്സ് ആക്കാതെ ഇല്ല, അമ്മ കഴിക്കില്ല. നാളെ ഫിഷ് നമ്മൾ ഫിഷ് ആക്കാം നാളെ. ഓക്കെ, നീ തിരിച്ചിട്ട് മാരിനേറ്റ് ചെയ്യാണല്ലേ. മിഷൻ ഇടാം, നമുക്ക് അവനിൽ ചെയ്യാം, ഗ്രില്ല് ചെയ്തെടുക്കാം. എന്താ എനിക്ക് കൊതി വരുന്ന പോർക്ക് കഴിക്കാൻ. എന്നിട്ട് ഇത് ഒരു 5 minutes ബ്രോയിൽ ചെയ്യാൻ പോകുന്നല്ലേ. ഇവിടെ വേറെ ആളുണ്ട് കേട്ടോ, അവന് പുറത്താണുള്ള ബണ്ണി. എന്തേ ഇത് ബണ്ണി ഓടിക്കുന്നോ? താഴെ ബണ്ണി, ബണ്ണിയും കണ്ണപ്പനും ഇവിടെ തന്നെ ഉണ്ട്. ഇന്നലെ അവിടെന്ന് ചേട്ടായി എടുത്ത സാധനം, ആ കുഞ്ഞി സാധനം തന്നത് എടുക്കാൻ മറന്നുപോയി. ചേട്ടായി പറഞ്ഞില്ലായിരുന്നോടാ? അല്ല, എടുത്തോണ്ട് വന്നായിരുന്നു, പക്ഷെ എന്നോട് എടുക്കാൻ മറന്നുപോയി. എങ്ങനെയുണ്ടമ്മു? ഹലോ, എനിക്ക് ബ്ലാക്ക് ആയിട്ട് സോസാ വെന്തല്ലേ. ഓരോ റിബ്സിന്റെ ഇടയ്ക്ക് ഒന്ന് ചെറുതായിട്ട് കട്ടിട്ടോ. കട്ടിയിട്ട് നല്ല ജ്യൂസി ആയിട്ടുണ്ടല്ലേ. ഒന്നും വേണ്ട മോനെ. അപ്പം അമ്മ കുറേ നാളായിട്ട് ഒരു സ്കൂട്ടർ വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു സർപ്രൈസ് ആയിട്ട് ഒരു സാധനം പൊക്കിയിട്ടുണ്ട്. എന്തായാലും അവളൊന്ന് പുറത്തോട്ട് വരട്ടെ. എനിക്കൊരു സ്കൂട്ടർ വേണമെന്ന് പറഞ്ഞില്ലേ? വാടകയ്ക്ക് എടുത്ത 1 മണിക്കൂർ തിരിച്ചു കൊണ്ടോ? ചപ്പൊന്നും വേണ്ട, നീ 2 വിട്ടാ. തിരിച്ചു കൊടുക്കാനുള്ളത് നീ പെട്ടെന്ന്. ഇനി ഒരു 40 മിനിറ്റൂടെ ഉള്ളു. അങ്ങനെയല്ല, അതെങ്ങനെയാ തിരിച്ച് കുറച്ച് മൂവ് ചെയ്യണം. നമ്മൾ 2 പുഷ് ചെയ്യണം, എന്നിട്ടാണ് പോകുന്നത് അങ്ങനെ. എന്നിട്ട് ഇത് ആക്സിലേറ്റർ ആണ്, മറ്റേത് ബ്രേക്ക് ആണ് ലെഫ്റ്റ്. ഇത് ആക്സിലേറ്റർ. പ്രസ് താഴോട്ട് പ്രസ്. എടാ ഇവിടുന്ന് പോടാ. എടാ ഇത് ഇങ്ങനെ നടക്കുന്ന സാധനമല്ല. പോടാ. നീ ഇത് ഫുട്പാത്തിൽ കയറി വാ. പോടാ, അവള് പോയിട്ടോ. അവള് എനിക്കറിയാം ഹോസ്പിറ്റലിൽ പോകുന്നു തോന്നുന്നു. ഇത് കയറിക്കോ, ഓടിച്ചും കയറ്റിക്കോ. കമോൺ. എന്ത് പറ്റിയതോ? എങ്ങനെയുണ്ടോ? എടാ അത് 3 മോഡുണ്ട്. ഇത് സ്ലോ മോഡാ. ഇത് അടുത്തോട്ട് അപ്പച്ചൊക്കെ നടന്നു പോകുന്നുണ്ടോ? എടാ ഇത് പിടിച്ച്. ഇത് ഇങ്ങനെ ഇതിപ്പോ ഇക്കോ മോഡല്ലേ, ഇതിപ്പോ ഡ്രൈവ് ആയി. സ്പോർട്സ് മോഡായി. ഇതാ സ്പോർട്സ് മോഡ്. എനിക്ക് ഞാൻ നോക്കിട്ട് എങ്ങനെ നമ്മൾ സ്കൂട്ടർ ഓടിച്ചിട്ട് അടിപൊളിയാണോ? എന്നാ ഞാൻ വാങ്ങിച്ചതാ. പിന്നെ വാങ്ങിച്ചാടേ. അല്ലെങ്കിൽ വാടകയ്ക്ക് എടുത്ത് പാരാത്രിക്ക് വാടക എടുത്തു നിന്നത് ഇഷ്ടമാണ്. എനിക്ക് വേണമെന്ന് പറഞ്ഞല്ലേ. വാങ്ങിച്ചാടേ. ഞാൻ വെച്ച എന്തായാലും അമ്മ വണ്ടിയിലാണ് വന്നേ. ഫോൾഡബിളാ. ഇത് വിട്ട് ബാക്കിട്ട് പോയാൽ പോരെ നമുക്ക്. വാങ്ങിച്ചാ
അല്ല ഒന്ന് പോയാ നീ കെട്ടിച്ചെന്ന് പറയാം ഇതാന്ന്. എടാ ഒന്ന് വിശ്വസിക്കണോടാ. എടാ ഇവിടെ വിശ്വസിക്കുന്നില്ല. വാങ്ങിച്ചെന്ന് പറഞ്ഞപ്പോഴേ ഇത് വാടകയ്ക്കാന്ന് വിളിച്ചോണ്ടിരിക്കുവോ? അമ്മു എന്താ പരിപാടി? നമ്മൾ നെക്സ്റ്റ് ടൈം മോർണിംഗ് നമ്മള് അമ്മുവിന് നാട്ടിലിട്ടുണ്ടോ ഡ്രസ്സില്ല. ഇത്രയും ഡ്രസ് ഉണ്ടായിട്ട് അവർക്ക് ഡ്രസ്സേ ഇല്ല. അതുകൊണ്ട് നമ്മൾ വൈറ്റ് ഓക്കെ അപ്പം നമ്മൾ വൈറ്റ് ഓക്സ് എന്ന് പറഞ്ഞൊരു മോളിനകത്ത് ജസ്റ്റ് ഡ്രസ്സൊക്കെ നോക്കാനായിട്ട് വന്നു. അവരുടെ വെഡിങ് ഡ്രസ്സ് കുറച്ചൊക്കെ മാറ്റിയൊക്കെ എടുക്കണം. അങ്ങനെ ജോസ്നോടുണ്ട്, സ്വരൂപ് ദേവുണ്ട്. അതെ, അങ്ങനെ സ്വരൂപ് ബ്രോന്റെയും ജോസ്നയുടെയും ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വിശന്നിട്ട് നമ്മള് ഫുഡ് കഴിക്കാനായിട്ട് വന്നു. എവിടെ മൈദോസ പാലസ്. മൈദോസ പാലസ് പോവാം. നല്ല വിശപ്പായിട്ടുണ്ടേ. നല്ല വിശപ്പെടാ. അതെ, നമുക്ക് കഴിച്ചിട്ട് ബാക്കി വെക്കാം. ഇനി എനിക്ക് അജുനും കൂടെ ഇട്ടുകൊണ്ട് പോകാനുള്ള ഡ്രസ് ഉണ്ടല്ലേ. സോ നമ്മൾ എന്തൊക്കെ ജോസ്ന പറഞ്ഞേ? ഇത് സമൂസ ചാട്ട്, സ്വീറ്റ് സമൂസ ചാട്ട്. സ്വരൂപ് എന്നതാ പറഞ്ഞേ? ബിരിയാണി. എപ്പോഴും ഓരോന്ന് മാറ്റി. എടാ നമുക്ക് വെറൈറ്റി പറയണം. ചേട്ടാ ചിക്കൻ ബിരിയാണി. അജു എന്നതാ പറഞ്ഞേ? ഞാൻ പറഞ്ഞത് മിൻസ്ഡ് ലാം കീമ ദോശ. ഞാൻ ചിക്കൻ ടിക്ക ദോശ. ചിക്കൻ ടിക്ക ദോശ. പക്ഷെ പ്ലെയിൻ ദോശ വിത്ത് കറി. അങ്ങനെ ഫൈനലി ഞാനും അജും കൂടെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞല്ലേ. അപ്പൊ അവർക്ക് ഒരു ഷൂസ് എടുക്കാനുണ്ട്. ഞാൻ കുറച്ച് ഡ്രസ്സുകൾ എടുത്ത് കൈ വെച്ചിട്ടുണ്ട്. ഇനി ട്രയൽ ചെയ്തിട്ട് നമുക്ക് ബാക്കി തീരുമാനിക്കാം. ടയർഡായോ അജു? ഓക്കെ, ഇതാണ്ട് ഇവര് നമ്മളെ കൊണ്ട് മടുത്തിരിക്കുന്നു. കുറെ നേരം ഇവിടെ മനസ്സിൽ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. എന്റെ ദൈവം, ഇത് എന്നതാ ഇത്? ബ്രോ എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ പോയേ. എടാ ലാസ്റ്റ് കിട്ടുന്ന ലാസ്റ്റ് കിച്ചന്റെ സെക്ഷൻ എനിക്ക് അളവ് കിട്ടിയത്. വരൂ. Are you excited? Oh yeah. Oh yeah, I am very. Come on guys. Hi. എല്ലാം കുത്തിക്കിട്ടാ വണ്ടിയിൽ. നമ്മൾ ഇതും വണ്ടിയിലല്ലേ വെക്കുന്നത്? അതും ബാക്ക് കയറ്റിയോ? എന്റെ മേലോട്ട് കയറ്റി വെച്ചോ ബാഗെല്ലാം. എന്റെ ജാക്കറ്റ് എന്തിടാ? എന്റെ ജാക്കറ്റ് അത് അകത്തിരിക്കുന്നു, കാറിന്റെ സീറ്റിനകത്തിരിക്കുന്നു. എന്താ ഇത്? ഹാപ്പി? അല്ല ഞാൻ ഓടിക്കാം. ഹാപ്പി? അല്ല എടാ നിങ്ങളൊരു തീരുമാനത്തിൽ എത്തിക്കടാ. തല്ലി തോൽപ്പിക്കും നിങ്ങൾ തമ്മി. ഇടിക്കടാ. എടാ ഇടിക്കടാ. എടാ ഇടിക്കടാ. ഇല്ലടാ നീ ഇടിക്കടാ. ഇടിച്ച് തോപ്പിക്കുന്ന ആരാ? അവര് വണ്ടി ഓടിക്കുന്നത്. അപ്പൊ ഓൾ സെറ്റ്. ഓക്കെ, ഇനി നമുക്ക് എയർപോർട്ട്. നമുക്ക് ഇവിടുന്ന് അല്ലേ, നമുക്ക് ഇവിടുന്ന് ഒരു 3 hours പോയി വണ്ടി അവിടെ ഇട്ടിട്ട് അവിടുന്ന് നമുക്കൊരു 45 minutes നമ്മള് അത് കഴിഞ്ഞിട്ട് നമുക്ക് അതെ. ഓ അടിപൊളി. ഫൈനലി എയർപോർട്ട് എത്തിയല്ലേ ജോസ്ന? ബ്രോ പോയി പിന്നെ അടിക്കാം. എത്ര മണിയാടാ? എത്ര മണിയായി? ഓക്കെ, അപ്പൊ ഇനി നമ്മള് നേരെ ചെക്ക് ഇൻ ചെയ്തിട്ട്. അതെ, അത് സ്വരൂപ് ബ്രോന്റെ ബ്രദർ അല്ലേ, നമ്മളെ ഡ്രോപ്പ് ചെയ്ത് നമ്മളെ വണ്ടി ഈ ചേട്ടന്റെ വീട്ടിലിട്ടിട്ട്. ഓ ജീസസ്, നോയ്സ് പൊല്യൂഷൻ. അപ്പൊ ഇനി ചെക്ക് ഇൻ ഒക്കെ കഴിഞ്ഞിട്ട് കാണാം. സ്വരൂപ് ബ്രോ എക്സൈറ്റഡ്? കല്യാണം കഴിക്കാൻ പോകുന്നുണ്ട്. ഓക്കെ
ഓക്കെ സമയം ഇപ്പോൾ ഏകദേശം 9 മണിയായി നൈറ്റ്. ഷാർപ്പ് ടൈം അല്ലേ? ഷാർപ്പ് ടൈമിൽ നമ്മൾ ഫ്ലൈറ്റ് ഇപ്പം ലണ്ടനിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ടൊറൻറ്റോ നമ്മൾ ബോർഡ് ചെയ്തു, കറക്റ്റ് ടൈമിൽ ഫ്ലൈറ്റ് എടുക്കുന്നു. എക്സൈറ്റഡ് ആണോ? ഭയങ്കര എക്സൈറ്റ്മെന്റ് എനിക്ക്. ഇനി നമുക്കൊരു ഫ്രാങ്ക്ഫർട്ടിലേക്ക് 7 hours ഉണ്ട്, പക്ഷെ ഞങ്ങൾക്ക് എങ്ങനെയല്ല നാട്ടിലെത്തിയാൽ മതി. അവർക്ക് ഒരു ക്ലൂ ഇല്ല നമ്മൾ എന്താണ്, നമ്മളെ വരുമോ ഇല്ലെന്ന് പറഞ്ഞ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് അറിയില്ല. എന്തായാലും ക്ലൂ ഉണ്ടെങ്കിൽ അച്ഛനും അമ്മ അറിയാത്ത ഭാവത്തിൽ ഞങ്ങളെ വെൽക്കം ചെയ്യണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. അതെ, ഇവിടുത്തെ 7-7.5 മണിക്കൂറോളം നമുക്ക് ഫ്ലൈറ്റ് ടൈം ഉണ്ട് ഫ്രാങ്ക്ഫർട്ടിലേക്ക്. പിന്നെ അവിടെ നിന്ന് 2 മണിക്കൂർ ലേ ഓവർ ഉള്ളൂ. കണക്ഷൻ മിസ്സാവില്ലെന്ന് വിചാരിക്കുന്നു. ലെറ്റ്സ് സീ. എന്തായാലും ബാക്കി ഞങ്ങൾ ഇതിന്റെ ഇടയ്ക്കുള്ള വിശേഷങ്ങൾ കാണിക്കുന്നില്ലായിരിക്കും. ഞങ്ങൾ വീഡിയോ കുറച്ച് ലെങ്ത് ആയെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, എന്തായാലും ഓക്കെ, അപ്പോൾ ബാക്കി വിശേഷങ്ങളായിട്ട് നമുക്ക് വീഡിയോ കാണാം. ഓക്കെ, ബൈ. അപ്പോൾ അതെ ഓൾമോസ്റ്റ് ടേക്ക് ഓഫ് ആയിട്ട് ഒരു 1 hour കഴിഞ്ഞാണോ അല്ലേ അജു? അപ്പോഴത്തേക്ക് നമ്മുടെ ഫുഡ് എത്തി. 2 ഓപ്ഷനായിരുന്നു ഉണ്ടായിരുന്നത്. എന്തൊക്കെയായിരുന്നു അജു? ചിക്കനും വെജിറ്റേറിയൻ പാസ്തയും. ഓ യാ, അജു എന്താണ് ചിക്കൻ. ഞാൻ പാസ്ത ഫാൻ ആയതുകൊണ്ട് ഞാൻ വെജ് ആണെങ്കിൽ പോലും ഞാൻ വെജ് പാസ്ത എടുത്തു. പ്ലസ് ഞാൻ അജുവിൻ്റെ ചിക്കനും കൂടെ ഷെയർ ചെയ്യല്ലേ അജു? എത്തി ഗൈസ്, വളരെ നീണ്ട ഒരു ഫ്ലൈറ്റിന് ശേഷം ഞങ്ങൾ എത്തിയിരിക്കുന്നു. എവിടെ എത്തി അജു? എയർപോർട്ട് കുഴപ്പമില്ലടാ. മറ്റേ മെക്സിക്കോ പോലെ എൻ്റെ സൺസ്ക്രീൻ അടിച്ചു മാറ്റി അവർ നോക്കി കൊടുത്തില്ല. ഞാൻ 38 ഗ്രാമേ ഉണ്ടല്ലോ. അങ്ങനെ അത് കിട്ടി. അങ്ങനെ ഞങ്ങളിപ്പോൾ വെറുതെ ഇവിടെ ഒന്ന് കയറി എയർപോർട്ട് വിസിറ്റ് നടത്താമെന്ന് വിചാരിച്ചല്ലേ, എയർപോർട്ട് ടൂർ. അത് കഴിഞ്ഞ് 12 ഇപ്പോൾ ഇവിടെ 11:30 ആയി. ലൈക്ക് ജർമ്മനി ടൈം അല്ലെങ്കിൽ ഫ്രാങ്ക്ഫർട്ട് ടൈം 11:30 ആയി. ഇത് കഴിഞ്ഞിട്ട് 12:15 ചെക്ക്-ഇൻ അല്ല ബോർഡിങ്. അത് കഴിഞ്ഞിട്ട് 1 o'clock ഫ്ലൈറ്റ്. അപ്പം ഇനി വേറെ പ്രത്യേകിച്ച് ഞങ്ങൾ കാണിക്കുന്നില്ല. ഒന്ന് ബാംഗ്ലൂർ എത്തിയിട്ട് കാണാം. അപ്പോൾ ഇനി ഏകദേശം ഒരു 3000 മൈൽസ് 5 മണിക്കൂർ 20 മിനിറ്റാണ്. അമ്മ ഇവിടെ പൂരം ഉറക്കം ഫ്ലൈറ്റിൽ കിടന്നു. അമ്മ മാത്രമല്ല, ബാക്കിയുള്ള എല്ലാവരും നല്ല പൂരം ഉറക്കം കേട്ടോ. അതിൽ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ബെഡ് പോലെ കിടക്കാനുള്ള പരിപാടിയും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് എല്ലാവരും നല്ല ഉറക്കമാണ് ഇവിടെ. അമ്മ കൊണ്ട് കിടന്നുറങ്ങുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ബാംഗ്ലൂർ എത്തി. നമ്മുടെ ചെക്കിനും എല്ലാം കഴിഞ്ഞു. സെക്യൂരിറ്റി ചെക്കിനില്ലായിരുന്നു, സെക്യൂരിറ്റി ചെക്കിനെല്ലാം കഴിഞ്ഞു. നമ്മളിപ്പോൾ ദാണ്ട് ഗേറ്റിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് നോക്കി കുറച്ച് ലെങ്തിയാണ്. അപ്പോൾ നമ്മൾ വെറുതെ വീഡിയോസ് വലിച്ചു നീട്ടണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീട്ടിലെ പോകുന്ന ആ ഒരു സീനൊക്കെ നമുക്ക് പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് കാണാം. അപ്പോൾ ഈ പാർട്ട് 1 വീഡിയോ ഇത്രേ ഉള്ളൂ. വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോസ് എല്ലാവരും കാണാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഒരു രക്ഷയില്ല കേട്ടോ ബാംഗ്ലൂർ എയർപോർട്ട്. എന്നെ ഭംഗിയാണ്, അടിപൊളി എയർപോർട്ടാണ്. ഇതെല്ലാം ലൈവ് പ്ലാൻസ് ആണ്. അതെ 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 അതെ, പ്ലാസ്റ്റിക് അല്ല, ലൈവ് പ്ലാൻസ് ആണ്. നമ്മൾ ഇരിക്കുന്നതിന്റെ ഫ്രണ്ടിലൊക്കെ ഉണ്ടോ വോൾ ഫുള്ള് ആക്ച്വലി അത് ലൈവ് പ്ലാൻസ് ആണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എന്തായാലും ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ എല്ലാവരും കാണാൻ ശ്രമിക്കുക. അച്ഛനും അമ്മയും എക്സൈറ്റഡ് ആവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അത് നമ്മൾ ഞെട്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. എന്തായാലും ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണും വരെ ബൈ.